മറ്റൊരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. കലൂരിലെ നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട് ആവശ്യമെങ്കിൽ നടി ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യാൻ പോലീസ് ഒരുങ്ങുന്നു. പ്രതിഫലത്തിനപ്പുറം സാമ്പത്തികമായ മറ്റെന്തെങ്കിലും നേട്ടം ദിവ്യ ഉണ്ണി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. പരിപാടിയുടെ വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ചോദിച്ചറിയുന്നത്. കലൂരിലെ ഗിന്നസ് റെക്കോർഡ് സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ നൃത്ത പരിപാടിയിൽ ദിവ്യ ഉണ്ണിയായിരുന്നു അതിൻ്റെ ഗുഡ്വിൽ അംബാസഡർ. മാഡം, ഈ കലൂരിലെ ഡാൻസ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട അതിലൊരു എഫ്ഐആറിലെ അന്വേഷണം ഇതുവരെയായി ഈ പണപ്പിരിവുമായി ബന്ധപ്പെട്ട എഫ്ഐആർ അതിൻ്റെ അകത്ത് നമ്മൾ എല്ലാ പ്രതികളെയും നമ്മൾ പിടിച്ച പ്രതികളെയൊക്കെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നോക്കണം, കാരണം അത് ട്രാൻസാക്ഷൻസ് ഒക്കെ ട്രേസ് ചെയ്യാനുണ്ട്. അത് കുറേ നമ്മൾ ചെയ്യാനുണ്ട്. ഒരുപാട് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തതായതുകൊണ്ട് വി ഹാവ് ടു ലുക്ക് ഇൻടു അത് നോക്കണം. അത് വി ആർ യെറ്റ് ടു വെരിഫൈ. ഇല്ല, അതെടുക്കും, എടുക്കേണ്ടതാണെങ്കിൽ എടുക്കും. ഐ എം യെറ്റ് ടു വെരിഫൈ. പരിപാടിയുടെ സംഘാടകരായിരുന്ന മൃദംഗാവിഷന്റെ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളും അതോടൊപ്പം മറ്റ് സാമ്പത്തിക വരുമാനങ്ങളും അടക്കം പോലീസ് പരിശോധിച്ച് വരികയാണ്. പണമെത്തിയ അക്കൗണ്ടുകൾ കണ്ടെത്താനും നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നു വിശദാംശങ്ങളുമായി. നവമി, ദിവ്യ ഉണ്ണിയെയും നടൻ സിജോയ് വർഗീസിനെയും നേരത്തെ തന്നെ ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചതാണ്. പക്ഷേ അതിനിടെയാണ് ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് തിരികെ മടങ്ങിപ്പോയത്. എന്നാൽ ആവശ്യമെങ്കിൽ അവരുടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനായി ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അത് ഏത് രീതിയിലായിരിക്കും നടപടികൾ? ഏതെങ്കിലും വീഡിയോ കോൺഫറൻസ് വഴിയായിരിക്കുമോ അതോ നേരിട്ട് ദിവ്യ ഉണ്ണിയെ തിരിച്ച് കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയായിരിക്കുമോ പോലീസിന്റെ നീക്കങ്ങൾ? ടോം, ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഇവരുടെ ഒരു ബാങ്ക് അക്കൗണ്ടുകളടക്കം പരിശോധിക്കുക, രേഖകളടക്കം പരിശോധിക്കുക എന്ന ഘട്ടത്തിലേക്കാണ് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. കാരണം ഇവർക്ക് എത്ര രൂപയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചതോടുകൂടി ഇവർക്ക് കിട്ടിയത്, അതിൽ ഓരോരുത്തർക്കും എത്ര വീതം ലാഭം കിട്ടി, മുഴുവനും എത്ര രൂപയാണ് ലാഭം, ഒപ്പം ദിവ്യ ഉണ്ണിക്ക് എത്ര രൂപ കൈമാറി, ഇതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷണ സംഘത്തിന് അറിയേണ്ടത്. ഇതിന്റെ ഉടമ ഈ പരിപാടി സംഘടിപ്പിച്ച മൃദംഗാവിഷന്റെ ഉടമ നികോഷ് പോലീസിനോട് വ്യക്തമാക്കിയത്, അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയത് ദിവ്യ ഉണ്ണിക്ക് 5 ലക്ഷം രൂപ കൈമാറിയെന്നാണ്. പക്ഷെ അത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. 5 ലക്ഷം രൂപ മാത്രമായിരിക്കില്ല, അതിൽ കൂടുതൽ തുക ദിവ്യ ഉണ്ണിക്ക് കൈമാറി എന്ന് തന്നെയാണ് പോലീസ് ഉറച്ചു വിശ്വസിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദിവ്യ ഉണ്ണിയുടെ അക്കൗണ്ട് കൂടി പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. ഈ ഒരു പരിശോധന കഴിഞ്ഞ് സംശയാസ്പദമായി എന്തെങ്കിലും കണ്ടെത്തിയാൽ ആവശ്യമെങ്കിൽ ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ദിവ്യ ഉണ്ണി അമേരിക്കയിലാണ്. ഓൺലൈൻ വഴിയുള്ളൊരു ചോദ്യം ചെയ്യലായിരിക്കും ആദ്യം നടക്കുക, പിന്നീടായിരിക്കും ആവശ്യമെങ്കിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക എന്ന ഘട്ടത്തിലേക്കും അന്വേഷണ സംഘം കടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിന് മൃദംഗവിഷന്റെ ഉടമ, ഒപ്പം ഓസ്കാർ ഇവന്റ്സിന്റെ ഉടമ, ഇവരുടെയൊക്കെ അക്കൗണ്ടുകൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ഒപ്പം ഇവർക്കെതിരെ വഞ്ചന കുറ്റവും സാമ്പത്തിക തട്ടിപ്പ് എന്നീ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടുള്ള ഒരു കേസാണ് പോലീസ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഇവരുടെ ജാമ്യാപേക്ഷ കൂടി കോടതിയിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലുകൾ വേണം എന്നാണ് പോലീസിന്റെ ആവശ്യം. അങ്ങനെയാണെങ്കിൽ കോടതി ജാമ്യം അനുവദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവരെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്ത് ഇവരുടെ അക്കൗണ്ടിലെ രേഖകളടക്കം പരിശോധിക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കില്ല എന്ന് അന്വേഷണ സംഘം പറയുന്നില്ല. ആവശ്യമെങ്കിൽ വിളിപ്പിക്കുമെന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലും DCP അശ്വതി ജിജി മാധ്യമങ്ങളോടായി പ്രതികരിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ കലൂരിലെ നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട് പോലീസ് കൂടുതൽ പേർക്കെതിരെ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ? പ്രത്യേകിച്ചും വലിയ കോടികളുടെ ഒരു സാമ്പത്തിക തട്ടിപ്പ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ അറസ്റ്റും നിയമ നടപടികളും പ്രതീക്ഷിക്കേണ്ടതല്ലേ നവമി? തീർച്ചയായിട്ടും ഇപ്പോൾ 5 പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. അതിൽ ഈ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ 3 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സാമ്പത്തിക തട്ടിപ്പിൽ യുമാ തോമസിന്റെ വീഴ്ചയുമായി ബന്ധപ്പെട്ട 5 പ്രതികളും അതിൽ ഈ സാമ്പത്തിക തട്ടിപ്പ്, അതായത് കുട്ടികളിൽ നിന്നുമൊക്കെ വൻ തുക കൈക്കലാക്കി എന്നതിൽ 3 പേരെയുമാണ് ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്.
കൂടുതൽ അറസ്റ്റുകളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ പ്രതി ചേർക്കാനുള്ള ഒരു സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഈ മൃദംഗ വിഷനും ഓസ്കാർ ഇവന്റ്സിന്റെയും നടത്തിപ്പുകാർ മാത്രമാണോ, അതോ അവരെ കൂടാതെ അവർക്ക് സഹായിയായി നിന്ന് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ നിന്നും പൈസ പിരിക്കുന്നതിനടക്കം വേറെ ആളുകൾ ഉണ്ടോ, അവർക്കുമൊക്കെ ഇതിൽ പങ്കുണ്ടോ എന്നതും അന്വേഷണത്തിന്റെ പരിധിയിലുണ്ട്. അതിനാണ് ഈ അക്കൗണ്ടുകൾ അടക്കം പരിശോധിക്കുന്നത്. അക്കൗണ്ടുകളിൽ അത്തരത്തിലുള്ള വിശദാംശങ്ങൾ ലഭ്യമായി കഴിഞ്ഞാൽ അവരെയും പ്രതി ചേർക്കാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും ഈ നികോഷ് കുമാറിന്റെയും ജനീഷിന്റെയും ഒക്കെ ജാമ്യാപേക്ഷ കോടതിയിൽ പരിഗണിക്കുന്ന വേളയിലാണ് ഇപ്പോൾ ഇങ്ങനൊരു നീക്കവുമായി അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. ഇവരുടെ ജാമ്യം നൽകരുത്, ഇവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് പോലീസിന്റെയും നീക്കം. എന്തായാലും ഇതിൽ വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് ഇതിനോടകം തന്നെ പല രക്ഷിതാക്കളും പരാതി നൽകിയിട്ടുണ്ട്. ഒപ്പം കല്യാൺ സിൽക്സ് പോലും വലിയ രീതിയിലുള്ളൊരു ഈ മൃദംഗാവിഷനെതിരെ വലിയ രീതിയിലൊരു പ്രതിഷേധവും അറിയിക്കുന്ന സാഹചര്യമുണ്ടായി. കുറഞ്ഞ രൂപയ്ക്കാണ് ഈ കല്യാൺ ജുവലേഴ്സിൽ നിന്നും ഈ കുട്ടികൾ അന്ന് ഉപയോഗിച്ചിരുന്ന വസ്ത്രം നൽകിയത്. പക്ഷെ മൃദംഗാവിഷനായിക്കോട്ടെ ഇത് 1600 രൂപ വെച്ചാണ് ഓരോ കുട്ടികൾക്കും നൽകിയത്. ഒരു കുട്ടിയിൽ നിന്ന് 4000-ലധികം രൂപ വരെ വാങ്ങിയെന്ന് കൂടി പറയുന്നുണ്ട്. ഹൈക്കോടതി വരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചതാണ് ഈ പരിപാടി എന്തിനാണ് കുട്ടികളിൽ നിന്നും ഇത്രയും വലിയ തുക പിരിച്ചെടുത്തത്, ആരാണ് ഇതിന് അനുമതി നൽകിയത് എന്നതടക്കമുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വരെ ഉണ്ടായ സാഹചര്യത്തിൽ ഇപ്പോൾ എന്തായാലും പോലീസ് കൂടുതൽ നടപടികളിലേക്ക് കടക്കാനാണ്. കൂടുതൽ അറസ്റ്റുകളും ഉണ്ടാകും. വ്യക്തമാണ്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കലൂരിലെ നൃത്തപരിപാടിയുമായി ബന്ധപ്പെട്ട ആവശ്യമെങ്കിൽ നടി ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്ന വിവരങ്ങൾ. അവർ പ്രതിഫലത്തിനപ്പുറം ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടോ എന്നതാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്.